മോർണിംഗ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. പലരും പലപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട്, എന്നെ കൊണ്ടത് പറ്റില്ല, ഞാൻ ശ്രമിച്ചു പക്ഷെ പറ്റുന്നില്ല. അത് രാവിലെ എണീക്കുന്നത് മുതൽ ഒരു കാര്യം ചെയ്യുന്നത് മുതൽ ഹോംവർക്കുകൾ ചെയ്യുന്നതൊക്കെ ആവും, എന്നെ കൊണ്ടത് പറ്റുന്നില്ല, എനിക്കത് മടി തോന്നുന്നു, എനിക്ക് സമയം കിട്ടിയില്ല, എനിക്ക് സാഹചര്യമില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ പല 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 ഒഴിവുകഴിവുകളും കേൾക്കാറുണ്ട്. പലതും ഒക്കെ അംഗീകരിക്കുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു യഥാർത്ഥ കാരണം ശരിയായ തീവ്രതയില്ല അല്ലെങ്കിൽ താല്പര്യമില്ല. ഒന്നുകിൽ തീവ്രതയില്ല അല്ലെങ്കിൽ താല്പര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ലക്ഷ്യത്തോട് അത്രമാത്രം തീവ്രതയും അത്രമാത്രം താല്പര്യവും വേണം. അതാണ് ആ 10% ആളുകളെ അവിടേക്ക് നയിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് അവരെക്കാളും അറിവും കഴിവും കഠിനാധ്വാന ശേഷിയുമുള്ളവർ ആ 10% വിജയികളുടെ പുറത്ത് നിൽക്കുന്നത്. ആ 90% ഗണത്തിൽപ്പെട്ട് കിടക്കുന്നത് ആ തീവ്രതയും താല്പര്യവും തന്നെയാണ്. അതല്ലാതെ അത് തന്നെയാണ് പ്രധാന ഘടകം. അതായത് ഈ തീവ്രത ഇല്ല എന്ന് പറയുമ്പോഴും പലരും പറയും, ഇല്ല എനിക്ക് തീവ്രതയൊക്കെ ഉണ്ട് പക്ഷെ പറ്റിയില്ല. നമുക്കൊരു ഉദാഹരണം നോക്കാം. രണ്ട് കാമുകന്മാർ, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയും കൂടെ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. ഇത് ലോകപ്രശസ്തമായിട്ട് എല്ലാ ട്രെയിനേഴ്സും പറയുന്നൊരു കാര്യം തന്നെയാണ്. നടന്നു പോവുകയാണ്. അപ്പം ഒരു മതിലിനപ്പുറത്ത് വലിയൊരു മുൾക്കൂട്ടത്തിനകത്ത് മുൾച്ചെടികൾ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു വേസ്റ്റ് ഭൂമി, നിറച്ച് മുൾച്ചെടികൾ, കള്ളി മുൾച്ചെടികളും ബൊഗൈൻ വില്ലകളും ഒക്കെ നിറച്ച് മുൾച്ചെടികൾ, മുൾ പടർപ്പിനകത്ത് അതിന് മധ്യത്തായി ഒരു റോസാപ്പൂവ്. അപ്പോൾ ഈ പെൺകുട്ടി പറയാണ്, കണ്ടോ ഒരു റോസാപ്പൂവ്, നിനക്ക് വേണോ? വേണോ? അയ്യോ അപ്പടി മുള്ളല്ലേ, ചക്കരയ്ക്ക് വേണോ? ചോദ്യം വേണോ? വേണ്ട അപ്പടി മുള്ളല്ലേ, വേണ്ട വേണ്ട. വേണോ? വേണ്ട അപ്പടി മുള്ളല്ലേ. ഇത് കേട്ടപാടെ അവ വേണമെന്ന് മനസ്സിലാക്കി അവനെ എടുത്ത് ചാടി ആ മുള്ളിനകത്തോട് പോയി വലിഞ്ഞ് ദേഹമൊക്കെ കീറി ആ പൂവും കൊണ്ടുവരും. പിറ്റേ ആഴ്ച ഈ പയ്യൻ്റെ അമ്മയോടൊത്ത് അതേ വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ അമ്മയും അവിടെ ഒരു പൂവ് കണ്ട് പറയുകയാണെന്നിരിക്കട്ടെ, മോനെ ഇത് അവിടെ ഒരു പൂവ് കണ്ടോ, ഒന്ന് പൊട്ടിച്ചരാമോ? അമ്മയ്ക്ക് വരെ പണിയൊന്നുമില്ലേ, അമ്മയ്ക്ക് എന്താ ഭ്രാന്താണോ? ഇതായിരിക്കും ചോദ്യം. അതായത് ആദ്യത്തെ അവസരത്തിൽ തീവ്രതയുണ്ടായിരുന്നു, രണ്ടാമത്തെ അവസരത്തിൽ തീവ്രതയില്ല. തീവ്രതയുണ്ടെങ്കിൽ തടസ്സങ്ങളൊന്നും കണ്ണിൽ പിടിക്കില്ല. ഇനി അതുപോലെ താല്പര്യം. രാവിലെ സൈക്കിളിൽ, ഇന്ന് അധികം പേരില്ലെങ്കിലും സൈക്കിളിൽ മീൻ വിൽക്കാൻ പോകുന്ന ഒരു മീൻ കച്ചവടക്കാരോട് ചോദിച്ചു നോക്കൂ, ഈ എല്ലാ ദിവസവും രാവിലെ ഈ സൈക്കിൾ ഓടിച്ച് പോകുന്നത് കഷ്ടപ്പാട്. എൻ്റെ പൊന്ന് സാറേ ഒന്നും പറയണ്ട, എത്ര കിലോമീറ്റർ സൈക്കിൾ ഓടിച്ച് എന്ത് മാത്രം കഷ്ടപ്പാടായി സൈക്കിൾ ഓടിച്ച് പോകുന്നത്. ഈ എല്ലാ ദിവസവും രാവിലെ ഈ സൈക്കിൾ ഓടിക്കുന്നത് എന്തുമാത്രം, സൈക്കിൾ ചവിട്ടുന്നത്, സൈക്കിൾ ഓടിക്കുന്നത്, സൈക്കിൾ സവാരി എന്തുമാത്രം കഷ്ടപ്പാടാണെന്ന് പറയും. പക്ഷേ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 12 വയസ്സുകാരനോട് എല്ലാ ദിവസവും 10 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിൽ പോകാൻ വേണ്ടി ഒരു സൈക്കിള് അവൻ ഇങ്ങോട്ട് ചോദിച്ചു മേടിക്കും. അവനത് ഭയങ്കര, അവന് ഒരു കഷ്ടപ്പാടുമല്ല. അവൻ എല്ലാ ദിവസവും രാവിലെ 10 കിലോമീറ്ററും വൈകുന്നേരം തിരിച്ച് 10 കിലോമീറ്ററും അവൻ ആ സൈക്കിളിൽ പോയി വരാമെന്ന് അവൻ അങ്ങോട്ട് ആവശ്യപ്പെടും. പപ്പ, ഡാഡി, ചാച്ച, വാപ്പ, ഉമ്മ, എനിക്ക് ആ സൈക്കിൾ ഒന്ന് മേടിച്ച് തന്നാൽ മതി. ഭയങ്കര താല്പര്യമായിരിക്കും. അവിടെ ഇത് തീവ്രതയുണ്ടോ ഇല്ലയോ എന്നുള്ളതും ഇവിടെ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മുടെ കാഴ്ചപ്പാടാണ്. മീൻ കച്ചവടക്കാരന് രാവിലെ സൈക്കിൾ ഓടിച്ചു പോകുന്നത്, എല്ലാ ദിവസവും രാവിലെ സൈക്കിൾ ഓടിച്ചു പോകുന്നത് കഷ്ടപ്പാടായി കാണുന്നു. കാരണം അവിടെ താല്പര്യമല്ല. മറ്റേ ആ പയ്യൻ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം അവൻ ആ സൈക്കിൾ ഓടിച്ചു പോകുന്നത്, അവനത് താല്പര്യമാണ്, അതുകൊണ്ട് കഷ്ടപ്പാടായി തോന്നുന്നില്ല. അപ്പം നമുക്ക് ഈ പറ്റില്ല, കഴിയില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രധാന റീസൺ ഒന്നുകിൽ തീവ്രതയില്ല അല്ലെങ്കിൽ താല്പര്യമില്ല. ഇത്തരം എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച്, കാരണം സാമ്പത്തിക കാര്യങ്ങളിലാണ് ഏത് മേഖലയിലും 10% ആളുകളെ നിലനിൽക്കുന്ന വിജയം നേടുന്നുള്ളൂ. അത് തന്നെയാണ് സാമ്പത്തിക മേഖലയിലും. 90% ആളുകളും പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള മേഖലയാണ് സാമ്പത്തിക മേഖല. 10% ആളുകൾ മാത്രമേ ധനികരാകൂ എന്ന് ഉറപ്പുള്ള മേഖലയാണ്. പക്ഷെ നിങ്ങൾക്ക് കഴിയും, അത് 100% ഉറപ്പായും കഴിയും. കാരണം നിങ്ങളെക്കാളും കഴിവും വിദ്യാഭ്യാസവും സാഹചര്യവും പ്രായവും ഒക്കെ നിങ്ങളെക്കാളും പല ഘടകങ്ങൾ കൊണ്ടും പിന്നോക്കം നിൽക്കുന്ന അനേകർ കോടീശ്വരന്മാരുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അത് 100% കഴിയും. ഇനി ഒരാൾക്കെങ്കിലും കഴിയില്ല എങ്കിൽ പോലും കഴിയും. പല കാര്യങ്ങളും ലോകത്താദ്യമായി നേടി എത്രയോ പേരുണ്ട്. അതുകൊണ്ട് കഴിയും. ഇതൊക്കെ ആയിരക്കണക്കിന് ആളുകൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങളെക്കാളും പിന്നോക്കം നിൽക്കുന്ന പരാധീനതകളുള്ള അനേകർ നേടിയ കാര്യം തന്നെയാണ് സാമ്പത്തിക ശേഷി എന്നുള്ളത്. സോ എല്ലാ ഉഴപ്പും മടികളും തീവ്രതയില്ലായ്മയും എല്ലാം മാറ്റിവെച്ച് ആർജവത്തോടെ, ഇച്ഛാശക്തിയോടെ അതിതീവ്രമായി രണ്ടും കൽപ്പിച്ച് സടകുടഞ്ഞിറങ്ങി പുറപ്പെട്ടാൽ എത്ര വലിയ സാമ്പത്തിക ലക്ഷ്യം, ഏത് സാമ്പത്തിക ലക്ഷ്യവും, എത്ര വലിയ സാമ്പത്തിക ലക്ഷ്യവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേടാൻ കഴിയും. ഒരാൾ പോലും പിന്നോട്ട് നിൽക്കേണ്ട ആവശ്യം വരില്ല. പക്ഷെ ആ തീവ്രത അത് നാം സ്വയം ഉണ്ടാക്കിയെടുക്കണം. ആ തീവ്രതയും താല്പര്യവും. പണം ഉണ്ടാക്കിയേ പറ്റൂ. അവനവനും എനിക്കും എൻ്റെ ഉറ്റവർക്കും വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ വൻതോതിൽ പണം ഉണ്ടാക്കിയേ പറ്റൂ എന്നുള്ള ആ തീവ്രതയും താല്പര്യവും അവനവൻ തന്നെ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഒരു പരിധിവരെയൊക്കെ എല്ലാ ദിവസവും ഈ വോയിസ് കേൾക്കുന്നതും ആ തീവ്രതയും ആ ചിന്തയും ഊട്ടിയുറപ്പിക്കാൻ, ഒരു പരിധിവരെയല്ല, ശരിക്കും ബാഹ്യമായ കേൾവികൾ തന്നെയാണ് പ്രധാന ഘടകം. അതുകൊണ്ട് തന്നെ എങ്കിലും ആ സ്വന്തം തീവ്രതയും ഇച്ഛാശക്തിയും വരട്ടെ. ഈ എല്ലാ ദിവസവും രാവിലെ ഇത് കേൾക്കുന്നതും തീർച്ചയായിട്ടും ഗുണകരം തന്നെയാണ്. സോ നിങ്ങൾക്ക് കഴിയും, 100% ഉറപ്പായും കഴിയും. ആ തീവ്രതയും താല്പര്യവും ഉണ്ടായിരുന്നാൽ മതി. രണ്ടും കൽപ്പിച്ച് സടകുടഞ്ഞിറങ്ങി പുറപ്പെട്ടാൽ നിങ്ങൾ ആഗ്രഹിച്ചതിന് അപ്പുറമുള്ള സാമ്പത്തിക ശേഷി നേടുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ
നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണപ്രവാഹം, അണമുറിയാത്ത പണപ്രവാഹം, നിലനിൽക്കുന്ന പണപ്രവാഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിന്ന് ലഭിക്കട്ടെ. ശുഭദിനം.